ഹായ് എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാഡമിയുടെ കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ടോപ്പിക് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. ഒരു ക്വിക്ക് റീക്യാപ്പ് പോലെ. ഓക്കെ, കാരണം ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യം ഇപ്പൊ കഴിഞ്ഞ നമ്മളുടെ കേട്ടറ്റ് കാറ്റഗറി 3യുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമുക്കൊന്ന് റെഡിയാക്കി പോവാം എന്നുള്ളൊരു തോന്നലിലാണ് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഞങ്ങളുടെ ഈ ജസ്റ്റ് പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് അടിച്ചു നോക്കിയാൽ മതി, നമുക്ക് അത് എന്തായാലും കാണാൻ പറ്റും. അത് ഇതുപോലെ ഷോർട്ട് വീഡിയോസ് ആണ്. തിയേറ്റർ ഓഫ് അപ്സൈഡ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് കടക്കാം. ഗോത്തിക് ലിറ്ററേച്ചർ അല്ലെ, എന്താണ് ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ ഡ്രാക്കുള എന്ന് പറയുന്ന ഒരാളെയോ ഒരു ബുക്കിനെയോ അല്ലെങ്കിൽ ആ ഒരു സിനിമയോ അറിയാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല. സോ ആ ജോണറിൽ വരുന്ന കുറച്ച് വർക്കുകളാണ് ഈ ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മളുടെ പണ്ടത്തെ ആകാശഗംഗ പോലെയുള്ള സിനിമകളൊക്കെ അല്ലെ, ഇന്ന് വന്നു നിൽക്കുന്ന ഈ ലോക പോലത്തെ പുതിയ തരം ആ, നമ്മളുടെ പ്രേതങ്ങൾ വരെയുള്ള ഒരു ലിറ്ററേച്ചർ. ഓക്കെ, സോ ഗോത്തിക് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമ്മളുടെ സംസാരം. അപ്പൊ ഇതിന്റെ ബാക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-15 നൂറ്റാണ്ട് മുതൽ, അല്ലെങ്കിൽ നമ്മുടെ രാമായണ മഹാഭാരതത്തിലൊക്കെ ഇങ്ങനത്തെയുള്ള ഒരു ഗോത്തിക് എലമെന്റുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബേസിക്കലി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മുതൽ 15 വരെയുള്ള ഒരു സെഞ്ചുറിയിലുള്ള നൈറ്റുകൾ അല്ലെങ്കിൽ പടയാളികൾ, അങ്ങനെയുള്ള നൈറ്റുകളുടെയും അതുപോലെ ഹോണ്ടഡ് കാസിൽസ്, പ്രേതമുണ്ടെന്ന് വിചാരിക്കുന്ന വീടുകൾ, ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ക്വസ്റ്റിന്റെ പേരിലൊക്കെയാണ് ഈ ഒരു തീമിലെ ഈ ഒരു ഗോത്തിക് ലിറ്ററേച്ചറിലെ എഴുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഡാർക്ക് ഫോറസ്റ്റുകൾ, അല്ലെങ്കിൽ കേഴ്സസ്, ശാപങ്ങൾ, അതുപോലത്തെ അൺനാച്ചുറൽ ബീയിങ്സ്, മരിക്കാത്തവർ അല്ലെങ്കിൽ മരിച്ചിട്ട് പിന്നെയും വരുന്നവർ അല്ലെങ്കിൽ ചോര കുടിക്കുന്നവർ, അതുപോലെ തന്നെ ഡൂംഡ് ലവ് അബാൻഡൻ ആയി പോകുമ്പോൾ തിരിച്ചു വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ബേസിക് ഐഡിയയിൽ നിന്നാണ് 12 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഗോത്തിക് ലിറ്ററേച്ചറുകളിലെ എഴുത്തുകളിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. നൈറ്റുകളുടെ സ്റ്റോറി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർ ഗവൈൻ ആൻഡ് ദ ക്യൂൻ ഗ്രീൻ നൈറ്റ് എന്ന് പറയുന്ന 14-ാം സെഞ്ചുറിയിലെ ഒരു വർക്കാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അതിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റുകൾ ആഡ് ചെയ്ത ഈറി സെറ്റിങ്ങിലുള്ള ഒരു വർക്കായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മളുടെ പുതിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പുതിയ നമ്മളുടെ ഇംഗ്ലീഷ് റിനൈസൻസിനൊക്കെ ശേഷം ഗോത്തിക് ലിറ്ററേച്ചർ വന്നിട്ടുള്ളത് 18-ാമത്തെ സെഞ്ചുറിയിൽ, ലേറ്റ് 18th സെഞ്ചുറിയിലെ ഹൊറേസ് വാൾപോളിന്റെ ദ കാസിൽ ഓഫ് ഒട്രാൻഡോ, ഈ ചോദ്യം തന്നെയാണ് നമുക്ക് അവിടെ വന്നതായിട്ട് കാണാൻ പറ്റുക. 1764 ഇറങ്ങിയ ഒട്രാൻഡോ, ഈ ഒരു നോവൽ വെച്ചിട്ടാണ് പുതിയ ഗോത്തിക് ലിറ്ററേച്ചറിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ഇവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ഈ ഒരു കാലഘട്ടം വരികയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു മിഡീവൽ സെറ്റിംഗ് ഉണ്ടായിരിക്കും, മിസ്റ്ററി ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക, അതായത് ദുരൂഹമായ സാഹചര്യങ്ങൾ, അതുപോലെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് ഉണ്ടായിരിക്കും. സെയിം കാര്യങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഓൾഡ് കാസിൽസ് അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും, കത്തീഡ്രൽസ് കാണിക്കുന്നുണ്ടായിരിക്കും. എല്ലാം എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക? ഡാർക്ക്നെസ്, ഡീക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേർത്ത് നിർത്തിയിട്ടായിരിക്കും ഈ ഗോത്തിക് ലിറ്ററേച്ചർ വരിക എന്ന് പറയുന്നു. ഇനി ഈ ഒരു ഗോത്തിക് ലിറ്ററേച്ചർ ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് റിവൈവൽ പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം ഇമാജിനേഷനും അതുപോലെ തന്നെ ഇമോഷനും ചേർത്ത് നിന്നാണ് ഇവരെല്ലാം എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരു റിയലിസ്റ്റിക് മോഡലൊന്നുമല്ല. എഴുത്ത് ചിലപ്പോൾ ഭയങ്കര റിയലിസം ആയിരിക്കും, പക്ഷെ ഇവരെ കൂടുതൽ അടുപ്പിക്കുന്നത് റൊമാൻറ്റിസം ആയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ മിഡീവൽ ഹിസ്റ്ററിയും അതുപോലെ ആർക്കിടെക്ചർ ഫോർമാറ്റുകൾ, ഇപ്പൊ ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു 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 ഇതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നോവൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമ എടുത്തു കഴിഞ്ഞാൽ, അതെല്ലാം ആർക്കിടെക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഹോണ്ടഡ് കാസിൽ എന്ന് പറയുന്നത് പഴയ നിർമ്മിതമായിട്ടുള്ള പഴയ രീതിയിലുള്ള ആർക്കിടെക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ ഏതൊക്കെ തീംസ് ആണ് വരാൻ സാധ്യതയുള്ളത്? ബേസിക്കലി ഇത് രാത്രിയിലായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. ട്രാക്കുകളൊന്നും രാവിലെ പുറത്തിറങ്ങി നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിക് ഓർ സൺലെസ് എൻവയോൺമെന്റിലായിരിക്കും ഉണ്ടായിരിക്കുക. റൈറ്റ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കൺവെൻഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗോത്തിക് കൺവെൻഷൻസ്, ഏതൊക്കെ രീതിയിൽ ഇത് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ ചിത്രങ്ങൾ ഇതിൽ വരും എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ തീമുകൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നുണ്ട്. അതായത് ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയുന്നത് നായിക ഈ ആളെ കൊണ്ട്, അല്ലെങ്കിൽ പ്രേതത്തിനെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആന്റഗോണിസ്റ്റിക് കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് വയ്യാതാവുക, അതിൽ നായകൻ രക്ഷിക്കാൻ വരിക എന്നുള്ളതാണ് ഈ ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ പറയുന്നത്. നായികയ്ക്ക് ഇതിലെ ബാധിക്കപ്പെടുക. അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? സീക്രട്ട് കോറിഡോഴ്സ് ആ ഒരു നോവലിൽ ഉണ്ടായിരിക്കും, പാസേജസ് ഉണ്ടായിരിക്കും. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൻസെസ്ട്രൽ കേഴ്സസ് ഉണ്ടായിരിക്കും, ശാപങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ റൂയിൻഡ് കാസിൽസ് വിത്ത് ഗ്രേവ് യാർഡ്സ് ആൻഡ്
പിന്നെന്തുണ്ടായിരിക്കും? പ്രീസ്റ്റ്സ് ആൻഡ് മോങ്സ് ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രയത്നത്തെ തളയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരാൾ ഉണ്ടായിരിക്കും, പ്രീസ്റ്റോ മോങ്കോ ആരെങ്കിലും ഒരാൾ. ഓക്കെ. ഇനി എപ്പോഴും ഇതിന് ഫിയറും ഫാസിനേഷനും സൂപ്പർ നാച്ചുറൽ എലമെന്റുകളായിട്ട് ചേർത്തിട്ടായിരിക്കും ഇവർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ. ഫിയറും ഫാസിനേഷനും എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് തൊട്ട് ഇപ്പൊ കുബ്ല ഖാൻ എന്ന് പറയുന്ന നമ്മളുടെ കോളറിജിന്റെ ഒരു 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 കവിത എടുത്തു കഴിഞ്ഞാൽ അതും സൂപ്പർ നാച്ചുറൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൽ പ്രധാനപ്പെട്ടത് വരുന്നത് പറഞ്ഞാല് ഡാർക്ക്നെസ് ആൻഡ് ഹൊറർ വരുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡ്രാക്കുള എന്ന് പറഞ്ഞ ആളെ നമ്മളുടെ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ഗോസ്റ്റ് വരും, കേഴ്സസ് വരും, വാമ്പയേഴ്സ് വരും. അപ്പൊ ഡ്രാക്കുളയിലേക്ക് വരുമ്പോൾ വാമ്പയർ വരും, മോൺസ്റ്റേഴ്സ് വരും, ഫ്രാങ്കൻസ്റ്റൈൻ പോലെയുള്ള കഥകളിൽ വരുമ്പോൾ. അതുപോലെ സൈക്കോളജിക്കൽ ടെറർ വരും, അതായത് ആർക്കെങ്കിലും മാഡ് ആവുക, അല്ലെങ്കിൽ നൈറ്റ് മെയർസ് വരിക, ഇന്നർ ഫിയേഴ്സ് വരിക. ഓക്കെ. അതൊക്കെ വരുന്നതാണ്. ഐസൊലേഷൻ, ഒറ്റയ്ക്കാക്കപ്പെടുക. ഇപ്പോ ഡ്രാക്കുളയിൽ നമ്മളുടെ ഇദ്ദേഹം അതിന്റെ പ്രോട്ടഗോണിസ്റ്റ് ആ ഒരു കാസിൽ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ലോൺലി കാസിൽസ് ഉണ്ടായിരിക്കും, ഹോണ്ടഡ് മാൻഷൻസ്, അവിടെ ഈ നായകൻ ഒറ്റപ്പെട്ടു പോകും. അതുപോലെ കോൺഫ്ലിക്റ്റുകൾ, റീസൺ വേഴ്സസ് ഇമാജിനേഷൻ, ഇതിൽ ഏതാണ് ശരി? ഞാൻ കാണുന്നതാണോ, ഞാൻ വിചാരിക്കുന്നതാണോ ശരി എന്നുള്ളത്. അതുപോലെ സയൻസ് വേഴ്സസ് സൂപ്പർസ്റ്റിഷൻ. അന്നൊന്നും സയൻസ് അത്രയും വിപുലമായിട്ടില്ല, അപ്പൊ എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാമായിരുന്നു. അപ്പൊ അതിൽ ആൾക്കാരുടെ ഒരു ചിന്തയിൽ വരുന്ന വ്യത്യാസവും ഇതിൽ പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഇനി ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള റൈറ്റേഴ്സ്, വർക്ക്സ് ആൻഡ് അതിന്റെ തീംസ് ആണ് നോക്കുന്നത്. റൈറ്റ്. ഹൊറൈസ് വാൾപോളിന്റെ ദ കാസിൽ ഓഫ് ഒട്രാൻഡോ എന്ന് പറയുന്നത് ഇപ്പൊ ചോദിച്ച വർക്ക് 1764 എഴുതിയത്. അതിലെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് തിയോഡോർ ആണ്. ആന്റഗണിസ്റ്റ് എന്ന് പറയുന്നത് മാൻഫ്രെഡ് ആണ്. ഇതിൽ ഫെയ്റ്റ്, ടൈറണി, അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ എന്നിവരെയാണ് വരുന്നത്. മാൻഫ്രെഡിന്റെ ഒരു ചതികളൊക്കെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഈ സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ഒക്കെയാണ് അത് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അപ്പൊ അതോടുകൂടി മാൻഫ്രെഡ് അദ്ദേഹത്തിന്റെ സൂപ്പർ പൊസിഷനിൽ നിന്നും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു കഥ വരുന്നത്. റൈറ്റ്. അടുത്തത് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത്. പ്രൊട്ടഗോണിസ്റ്റ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആണ്. ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. നമ്മളുടെ രജനീകാന്തിന്റെ നിങ്ങൾ യന്ത്രൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ റോബോട്ടിനെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് റോബോട്ട് തന്നെയാണ് സകല ദുരിതം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഒരു പുതിയ ക്രീച്ചറിനെ ഉണ്ടാക്കും. ആ ക്രീച്ചറാണ് ഇതിലെ ആന്റഗണിസ്റ്റ് എന്ന് പറയുന്നത്. റോബോട്ട് അല്ല അന്നത്തെ കാലത്ത്, അന്നൊരു ക്രീച്ചറായിട്ട്, മനുഷ്യനല്ലാത്തൊരു ക്രീച്ചറായിട്ടാണ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് തീം നോക്കിക്കഴിഞ്ഞാൽ അംബീഷൻ കാണുന്നുണ്ട്, ക്രിയേഷൻ കാണുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി കാണുന്നുണ്ട്. അതാ പറയുന്നത് ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ആള് പുതിയൊരു ജീവിയെ, ക്രീച്ചറിനെ ഉണ്ടാക്കുന്നതോടുകൂടിയാണ് എല്ലാ അപകടങ്ങളും തുടങ്ങുന്നത്. ഇനി ബ്രാം സ്റ്റോക്കർ ആണെങ്കിലോ അദ്ദേഹത്തിന്റെ ഡ്രാക്കുള 1897 വന്നിട്ടുള്ളത്. പ്രോട്ടഗോണിസ്റ്റ് ജോനാഥൻ ഹാർക്കർ ആൻഡ് അലിസ് വാൻ ഹെൽസിംഗ്, മീന എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ അവിടെയുണ്ട്. ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ഡ്രാക്കുളയാണ്. റൈറ്റ്. ഇനി അടുത്ത നാലാമത്തെ ഒരു വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമിലി ബ്രോണ്ടൻ. അവരുടെ വൂത്തറിംഗ് ഹൈറ്റ്സ് മോസ്റ്റ് ഫേമസ് ആണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഡിഗ്രിയിലും പി ജിയിലൊക്കെ പഠിക്കാൻ സാധ്യതയുണ്ട്. 1847 പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടഗോണിസ്റ്റ് ആരാണ്? ഹീത്ത് ക്ലിഫ് ആണ്. ഓക്കെ. ആന്റി ഹീറോ ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ ആന്റഗോണിസ്റ്റ് ആയിട്ട് വരുന്നത് ഹിൻറ്റ്ലി ഏൺഷോ, അതുപോലെ എഡ്ഗർ ലിൻറ്റൺ. ഈ രണ്ടുപേരാണ്. ഓക്കെ. ഇനി ഇതിൽ തീമോ റിവെഞ്ച്, പാഷൻ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ലവ്. ആ ലവിനെ എങ്ങനെയാണ് ഈ ഹീത്ത് ക്ലഫിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നമ്മളൊരു ഒരു ക്വിക്ക് റിക്കാപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഗോത്തിക് ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. റൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത് ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. ഈ നമ്മളുടെ ഈ വർക്കുകൾ കൂടുതലായിട്ട് ഇപ്പൊ കേട്ടറ്റിന് വർക്കുകളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒന്നും കൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം, ഒരു ചെറിയ ഇടവേളയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ ആൻഡ് സീ.